ഇതാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത ഹോട്ടൽ SS ക്രൗൺ ഇൻ. ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ദിസ് ഹരി ആൻഡ് അതുല്യ. അപ്പം നമ്മൾ ഇന്നലെ ഏകദേശം ഒരു 8:30 ആയപ്പോൾ തന്നെ റൂമിലെത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഫ്രഷായി. അവിടെ ഹോട്ടലിനോട് ചേർന്ന് തന്നെ ഒരു റെസ്റ്റോറൻറ്റും ഉണ്ടായിരുന്നു, മലയാളികൾ നടത്തുന്നതായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് റൂമിൽ ചെന്ന് ലഗേജൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ കിടന്നിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു 5 മണിക്ക് എണീക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എണീറ്റപ്പോഴത്തേക്കും ഒരു 5:30 പിന്നെ നമ്മൾ 6 മണിക്ക് തന്നെ റെഡിയായി താഴെ വന്നു. ലഗേജുകൾ ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ലഗേജൊക്കെ കെട്ടി വന്നപ്പോൾ ഒരു 6 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് നമ്മുടെ കേരള ടു അരുണാചൽ സീരീസിലെ സെക്കൻഡ് ഡേ ആണ്. ഇത് നമ്മുടെ 2ാമത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ഹൈദരാബാദിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നലെ ഞങ്ങൾ 700 കിലോമീറ്ററാണ് ട്രാവൽ ചെയ്തത്. ഏകദേശം 6:30 ആയപ്പോൾ തന്നെ ഞങ്ങൾ ബാംഗ്ലൂർ സിറ്റിക്കകത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ 8:30-ക്കാണ് റൂമിലെത്തിയത്. ആകപ്പാടെ 10 കിലോമീറ്ററാണ് ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് ഞങ്ങളുടെ റൂമിലോട്ടുണ്ടായിരുന്നത്. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ബാംഗ്ലൂരിലെ ട്രാഫിക് ഊഹിക്കാനായിട്ട് പറ്റും. ബാംഗ്ലൂരിലുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി സിറ്റിയിൽ നിന്ന് മാറിയുള്ള ചെറിയ ചെറിയ ഇടവഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂരിലെ മോർണിംഗുകൾ കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. അതായത് റോഡിന് ഇരുവശവും മരങ്ങളൊക്കെ വളർന്നു നിന്ന് അതിൽ നിന്ന് പൂക്കളൊക്കെ റോഡിലേക്ക് വീണ് കിടക്കുന്ന കാണാൻ പ്രത്യേക ഭംഗിയാണ്. രാവിലെ ആയതുകൊണ്ട് തന്നെ ആളുകൾ എക്സസൈസിനും പിന്നെ നടക്കാനും ഒക്കെ വേണ്ടിയിട്ട് പോണ ഒരു കാഴ്ച ഇവിടെ നമുക്ക് എന്നും കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കാഴ്ചകൾ ആസ്വദിച്ചാണ് ഞങ്ങളുടെ യാത്ര ഞങ്ങൾ തുടങ്ങിയത്. ഈ ഒരു നഗരത്തിൽ ഒരു ആശ്വാസം എന്ന് പറയുന്ന ഇങ്ങനെയുള്ള ഭംഗിയുള്ള ഇടവഴികൾ തന്നെയാണ്. ഒരു 2 വർഷം മുന്നേ ഞാൻ ചെറി ബ്ലോസത്തിൻ്റെ പിക്ചേഴ്സ് ഞാൻ ഇൻസ്റ്റാഗ്രാം റീലിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു തവണയെങ്കിലും നമുക്ക് ബാംഗ്ലൂർ കറങ്ങാൻ പോയി ഇതൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും വലിയൊരു ജേണിയുടെ പാർട്ടായിട്ട് ഇതിത്ര ഭംഗിയിൽ കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ ഇടവഴിയിൽ നിന്ന് മാറി ഇപ്പോൾ പ്രോപ്പർ സിറ്റിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് തിരക്കാണ്. അതായത് ജോലിക്കും കാര്യങ്ങൾക്കുമായിട്ട് ഒരുപാട് ആൾക്കാർ താമസിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് തിരുവനന്തപുരത്ത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു 9 മണി 10 മണിക്ക് അനുഭവപ്പെടുന്ന തിരക്കാണ് ബാംഗ്ലൂർ ഒരു 6:30-7 മണിക്ക് തന്നെ അനുഭവപ്പെടുന്നത്. നമ്മൾ ടോൾ പ്ലാസയൊക്കെ കടന്ന് യാത്ര തുടരുകയാണ്. അപ്പോൾ നമ്മളെ ബൈക്ക് യാത്രയിലെ ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് നിർത്തി കാഴ്ചകൾ കണ്ടു പോകാൻ പറ്റുമെന്നുള്ളത് മാത്രമല്ല, ഒരുപാട് ടോൾ പ്ലാസകളിൽ നമുക്ക് ടോള് കൊടുക്കണ്ട. അതും ഒരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ചെറി ബ്ലോസം മരങ്ങൾ റോഡിന് ഇരുവശത്തും വളർന്നു നിൽപ്പുണ്ട്. ഇന്ന് പൂക്കളൊക്കെ നല്ല രീതിയിൽ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ മനോഹരമായിട്ടുള്ള സൂര്യൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ യാത്ര തുടരുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ സിറ്റി ഏരിയാസ് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും വിജനമായിട്ടുള്ള പ്രദേശങ്ങളാണ്. അവിടെ പ്രത്യേകിച്ച് സെറ്റിൽമെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് ഒരു 6 വരി പാത ബിൽഡ് ചെയ്യുന്ന സമയത്ത് ആകപ്പാടെ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ ടോപ്പോഗ്രഫി മാത്രമാണ്. പക്ഷേ നമ്മൾ കേരളത്തിൻ്റെ കാര്യത്തിൽ ഹൈവേ ഡെവലപ്മെൻറ്റിനെ പറ്റി സംസാരിക്കുമ്പോഴത്തേക്കും കേരളം ഡെൻസിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റാണ്. അപ്പോൾ ഹൈവേ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിന് ഇരുവശമുള്ള ആൾക്കാരെ മാറ്റി താമസിക്കുക, അവർക്ക് വേണ്ടിയുള്ള കോമ്പൻസേഷൻ കൊടുക്കുക, ഇതെല്ലാം ഗവൺമെൻറ് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളുടെ ഹൈവേ വെച്ച് കേരളത്തിൻ്റെ ഹൈവേ കമ്പയർ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൂടെ ഒന്ന് ശ്രദ്ധിക്കണം. എന്തൊക്കെ പറഞ്ഞാലും റോഡിൻ്റെ ക്വാളിറ്റി കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം തന്നെയാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ചിലവ് ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇനിയുള്ള വീഡിയോസിൽ ഞങ്ങളുടെ ചിലവും കൂടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നലെ ആകപ്പാടെ ചിലവായ പൈസ 4871 രൂപയാണ്. അപ്പോൾ അത് നമ്മുടെ പെട്രോളിൻ്റെതും റൂമിൻ്റെ റെൻറ്റും എല്ലാം കൂടെ ചേർത്ത് നമുക്കായ പൈസയാണ്. ഞങ്ങൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണ് പോണത്. അപ്പോൾ എല്ലാ ദിവസവും 3000-3500 രൂപയിൽ ചിലവ് നിർത്തണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ നമുക്കതിൽ നിർത്താനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇന്ന് തൊട്ട് അതനുസരിച്ചാണ് ഞങ്ങൾ പൈസ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാംഗ്ലൂരിലെ തിരക്കുകളിൽ നിന്ന് മാറി നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കാഴ്ചകൾ ഞങ്ങൾക്ക് വളരെയധികം ആശ്വാസമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പച്ചപ്പുകളും പിന്നെ ഇടയ്ക്കിടയ്ക്ക് നെൽപ്പാടങ്ങളും ഇതൊക്കെ കണ്ടുപോകുന്നത് ഒരു പ്രത്യേക രസം തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കൃഷിയും മരങ്ങളും സെറ്റിൽമെൻറ്റ്സും ഒക്കെ കാണാൻ പറ്റും. ഹൈദരാബാദിലോട്ട് 510 കിലോമീറ്റർ ഉണ്ട് എന്നുള്ള സൈൻ ബോർഡാണ് നമ്മളിപ്പോൾ കണ്ടത്.
അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ജമന്തി പാടങ്ങൾ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കണ്ടൊരു കാഴ്ച, റോഡിന് ഇരുവശവും കത്തിക്കരിഞ്ഞ സ്ഥലങ്ങൾ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആളുകൾ സാധനങ്ങൾ കത്തിച്ച സമയത്ത് എല്ലായിടത്തും പടർന്നതാവാം എന്നാണ് കരുതുന്നത്. പിന്നീട് നമ്മൾ നേരത്തെ കണ്ട ചെറി ബ്ലോസത്തിൻ്റെ ചെടികൾ തന്നെയാണ് നല്ല ഭംഗിയുണ്ടായിരുന്നത് കാണാനായിട്ട്. പിന്നെ നമ്മൾ അടുത്ത കണ്ട മനോഹരമായിട്ടുള്ള കാഴ്ച ജമന്തി പൂക്കൾ തന്നെയാണ്. ഒരുപാട് ജമന്തി പൂക്കൾ ഒരുപാട് ഏരിയയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റൂട്ട് മാപ്പ് എന്ന് പറയുന്നത് ബംഗളൂരു, അനന്തപൂർ, ഊട്ടി, ധോണി, കുർണൂൽ, മെഹബൂബ് നഗർ, ഹൈദരാബാദ്, ഇങ്ങനെയാണ് ഞങ്ങളുടെ ഇന്നത്തെ റൂട്ട് മാപ്പ്. അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ കർണാടകയിൽ തന്നെയാണ് ഉള്ളത്. സ്റ്റേറ്റ് മാറുന്നത് ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയുന്നത് വണ്ടികളുടെ നമ്പർ പ്ലേറ്റ് നോക്കിയിട്ടാണ്. ഞങ്ങൾ എല്ലാ വണ്ടികളുടെയും നമ്പർ പ്ലേറ്റ് കൃത്യമായിട്ട് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഞങ്ങളുടെ കൂടെ കൂടുതലായിട്ട് ട്രാവൽ ചെയ്യുന്നത് നാഷണൽ പെർമിറ്റ് ലോറികളാണ്. അതായത് ദൂര സ്ഥലങ്ങളിലോട്ട്, മഹാരാഷ്ട്രയിലോട്ടും അങ്ങോട്ടുമൊക്കെ കൂടുതലായിട്ട് ലോഡുകൾ കൊണ്ടുപോകുന്ന ലോറികളാണ് ഞങ്ങളുടെ കൂടെ കൂടുതലായിട്ട് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ ബാംഗ്ലൂർ ഒരു സ്ഥലത്ത് വെച്ച് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു 10-10:30 ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നാണ് വിചാരിക്കുന്നത്. അതായത് ഞങ്ങൾ അത് ബ്രഞ്ചായിട്ടാണ് കഴിക്കുന്നത്. നമ്മൾ പകൽ കൂടുതലും വെജിറ്റേറിയൻ ഫുഡ് തന്നെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ചൂട് നല്ല രീതിയിൽ കൂടി വരുന്നുണ്ടായിരുന്നു. ഒരു 9 മണിയായി, അപ്പോൾ തന്നെ നല്ല രീതിയിൽ ചൂട് കൂടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ വെതർ ചെക്ക് ചെയ്യും. ഇന്നലെ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ വെച്ച് ചെക്ക് ചെയ്തപ്പോൾ ഏകദേശം 39 ഡിഗ്രിയാണ് കാണിച്ചത്. അപ്പോൾ ഇന്നതിൽ കുറയില്ല എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല രീതിയിൽ അറിയാം. അപ്പോൾ ഇനി ചൂട് കൂടി വരാൻ പോവുകയാണ്. പിന്നെ നമുക്ക് യാത്രയിൽ കാണാൻ പറ്റുന്നൊരു കാഴ്ച ഇതുപോലത്തെ കുന്നുകളാണ്. അപ്പം ഞാനിത് എന്ത് തരം റോക്കാണെന്നറിയാൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു. ചേട്ടൻ ജിയോളജി പഠിച്ച ആളാണ്. അപ്പം ചേട്ടനും വലിയ ഐഡിയ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അതിനെപ്പറ്റി ഒന്നും തന്നെ ചോദിച്ചില്ല. പിന്നെ നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഒരു 50 കിലോമീറ്റർ 60 km/h സ്പീഡിൽ പോകുമ്പോഴത്തേക്കും ക്രോസ് വിൻഡ്സ് നല്ല രീതിയിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് സംസാരിക്കുന്നത് ഹെൽമെറ്റൊക്കെ വെച്ചിരിക്കുന്നത് കൊണ്ട് നല്ലപോലെ കേൾക്കാനൊന്നും പറ്റില്ല. എന്നാലും എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചില പ്രത്യേക കോഡുകളൊക്കെ ഉണ്ട്. ആ കോഡുകൾ വഴി ഞാൻ തട്ടി വിളിക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ സ്പീഡൊന്ന് കുറച്ച് ഞാൻ പറയുന്നത് എന്താണെന്ന് കേൾക്കാറുണ്ട്. എങ്ങനെയായാലും ഞങ്ങൾ റോഡിൽ കാണുന്ന കാഴ്ചകളെപ്പറ്റി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് കിയയുടെ മാനുഫാക്ചറിങ് പ്ലാന്റ് ആണ്. അത് ഏകദേശം 546 കിലോമീറ്ററോളം സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു പ്ലാന്റാണിത്. അനന്തപൂരിലാണ് അത് ഉള്ളത്. ഞാൻ ഈ സംഭവം ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ രണ്ടുപേരും അവിടെ ഒന്ന് ചെറുതായിട്ട് നിർത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങളുടെ യാത്ര ഞങ്ങൾ വീണ്ടും തുടരുകയാണ്. ഈ കുന്നുകൾ തന്നെയാണ് നമുക്ക് ത്രൂ ഔട്ട് ജേണിയിൽ കാണാനായിട്ട് പറ്റുന്നത്. കുറച്ച് ഡ്രൈ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് രണ്ട് സൈഡും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പച്ചപ്പ് നമുക്ക് കാണാനായിട്ട് പറ്റും. ചൂടും അത്യാവശ്യം നല്ല രീതിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചൂടും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ദാഹിക്കുന്നു എന്ന് തോന്നുമ്പോൾ ഞങ്ങൾ വണ്ടി എവിടെയെങ്കിലും നിർത്തി വെള്ളം കുടിക്കാറുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞതാണ്, നമ്മുടെ ഈ യാത്രയിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യം നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. വെള്ളം മാത്രമല്ല, ഞങ്ങൾ ഇലക്ട്രോലൈറ്റ് പൗഡർ അതും നമ്മൾ ഷേക്ക് ചെയ്ത് കുപ്പിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കുടിക്കാറുണ്ട്. അപ്പം വിൻഡ് മിൽസാണ് നിങ്ങളീ കാണുന്നത്. നമ്മൾ അതിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ജസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഏരിയയിൽ ഈ വിൻഡ് മിൽ സ്പ്രെഡ് ചെയ്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പം കുറച്ച് ദൂരം ട്രാവൽ ചെയ്തപ്പോൾ ഞങ്ങൾ വണ്ടി ഒരു സ്ഥലത്ത് ഒതുക്കിയിട്ടുണ്ടായിരുന്നു. വണ്ടി ഒരു സ്ഥലത്ത് ഒതുക്കി വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് നടുവൊക്കെ നിവർത്തി റെസ്റ്റൊക്കെ എടുക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം.